വാങ്ങിയ ഓത്ത് ഇപ്പോഴും നടക്കാം. ഇപ്പൊ നടക്കാം. ഒന്ന് വിളിച്ചു ചോദിച്ചോ കാര്യങ്ങൾ. അബുദാബിക്ക് അവിടെ മക്കബറയിൽ ഖുർആനോത്ത് നടക്കുന്നുണ്ടോ? എന്റെ ദീന് മനസ്സിലാക്കാൻ ഇപ്പോഴും അവിടെ ഇപ്പൊ ഈ സെക്കൻഡിലും അവിടെ ഖുർആൻ പാരായണം നടക്കാം. സുബ്ഹാനല്ലാഹ്. എല്ലാ VIP-കളും ശൈഖ് സായിദിന്റെ മരണവാർത്ത കേട്ട് വന്നപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു ഫ്ലൈറ്റ് അവിടേക്ക് വന്നു. VIP-കൾ മാത്രം. ആരാ അതിന്റെ ലീഡർ? അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ്. അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? അബ്ദുൽ കലാം സാർ. അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ്. പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം വന്നു. പക്ഷെ നമ്മളെ ഇവിടുന്ന് വരികയല്ലേ, സ്വാഭാവികമായിട്ട് വിമാനത്തിന് ഒരു താമസം ഉണ്ടാവുകയാണ്. ആ താമസം മരിച്ചോടത്തേക്ക് ഇന്നോടത്തേക്കുണ്ടായി. നമ്മളെ എയർ ഇന്ത്യ എന്ന് പറഞ്ഞാല് അങ്ങനെയാണല്ലോ. ആ താമസം അവിടെ ഉണ്ടായി. അതുപോലെ എല്ലാവരും മയ്യത്ത് മറവ് ചെയ്ത് ആ ദുആഉം യാസീനും ദുആഉം കഴിഞ്ഞിങ്ങനെ നിൽക്കണേ. അപ്പോഴാണ് അബ്ദുൽ കലാം സാറും 40ഓളം വരുന്ന ആളുകളും ഒന്നായിട്ട് വരുന്നത്. പക്ഷേ അബ്ദുൽ കലാം സാർ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അഭിമാനം കാത്തു, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മാനം കാത്തു. അദ്ദേഹം ഖബറിന്റെ അടുത്തേക്ക് വന്നു. ആ ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് അബുദാബി ഔക്കാഫിന്റെ പണ്ഡിതന്മാർക്കൊപ്പം അദ്ദേഹം യാസീൻ കാണാതെ ഓതി. മീൻപിടുത്തക്കാരനായ സാധാരണക്കാരനായ മൊല്ലാക്കാരന്റെ മകനായ അബ്ദുൽ കലാം സാർ അദ്ദേഹം ചെറുപ്പത്തിൽ പഠിച്ചു വെച്ച ഖുർആനിന്റെ വചനങ്ങൾ അദ്ദേഹം കാണാതെ യാസീൻ ഓതിയിട്ട് അബുദാബി ഔക്കാഫിന്റെ പണ്ഡിതന്മാർ ചേർന്നുകൊള്ള പ്രാർത്ഥനയിൽ അദ്ദേഹവും പ്രാർത്ഥനയിൽ പങ്കെടുത്തു. 2 അക്ഷരം ഇംഗ്ലീഷ് അറിയുമ്പോഴത്തെ യാസീൻ വേണ്ട, ഖുർആൻ വേണ്ട, കത്തോതണ്ട, ബാക്കിയുള്ളതാക്കണ്ട. കബറിന്റെ യാസീൻ ഓതുന്നത് എന്തിനാറിയോ? കായിട്ടാണ്. കാരണം അബുൽ കലാം സാറിന് തിരിച്ചിങ്ങോട്ട് പോരാൻ ചില്ലറ കിട്ടണ്ടേ കൈമടക്ക്. അപ്പൊ യാസീൻ മൂപ്പരെ ഓത് തന്നെ. കാരണം ഇങ്ങോട്ട് പോരാൻ മസൂദില്ലല്ലോ. പോയത്തക്കാരെ നിങ്ങളെ പേരോ വഹാബി. അതുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ആയത്തും ഹദീസൊക്കെ ഇവിടെ ഉണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. അത് ആവശ്യമെന്ന് പറയാം. യാസീൻ ഓതുന്നത് എന്തിനാണ്? ഇവർക്ക് എന്തെങ്കിലും കിട്ടാനേ. അബ്ദുൽ കലാം സാറും ഒക്കെ ഇവിടുന്നാണ് പോയിക്കണത്. ഇങ്ങോട്ട് പോരാൻ മസൂദില്ല. അപ്പൊ യാസീനാണ് ഓത് തന്നെ. കാരണം മരിച്ചു കൊടുത്തെന്തെങ്കിലുമൊക്കെ കൊടുക്കോലോ, അത് വാങ്ങണ്ടേ. ബഹ്റൈൻ രാജാവ് അവിടെ യാസീൻ ഓതുന്ന കൂട്ടത്തിലുണ്ട്. എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി മൊറോക്കോ രാജാവ് അവിടെ ഇങ്ങനെ ടോർച്ച് മുറിച്ച് നിൽക്കുന്നുണ്ട്. എന്തിന്? നാട്ടിലേക്ക് തിരിച്ചു പോട്ടെ. യാസീൻ ഓതുന്നൊരു ടോർച്ച് മുറിക്കുക. എന്നിട്ട് മോര്യന്മാർ ചില്ലറക്ക് കാത്തു നിൽക്കുക. അല്ലേ? ഇതൊക്കെയാണ് പരിഹാസ സ്വരത്തിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സത്യവിശ്വാസിയായ മുഅ്മിനീങ്ങളായ ആളുകളെ മറ്റു മതക്കാർക്കിടയിൽ പരസ്യ സ്റ്റേജ് കെട്ടി പരിഹസിക്കുന്നതിന് വഹാബി ദീനിന്റെ പേര് സ്റ്റേജ് കെട്ടല്ലേ, ആയത്തോതല്ലേ? ആരെയാണ് നിങ്ങൾ ഈ പരിഹസിക്കുന്നത്? ആരെയാണ് നിങ്ങൾ ഈ കളിയാക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നും ആ മക്കബറയിലെ ഓത്ത് നിന്നിട്ടില്ല. ഇവിടെ ഞാനൊരു സംഭവം പറയട്ടെ. നബി മുഹമ്മദ് മുസ്തഫ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഒരു മഹാൻ മരണപ്പെട്ടു. ഞാൻ കുട്ടിയായി ഓതുന്ന കാല. സുബ്ഹാനല്ലാഹ്. സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, രണ്ടും കൂടിയായ പാണക്കാട് മർഹൂം PMS പൂക്കോയ തങ്ങളവറുകൾ. ആ തങ്ങളവറുകൾ വഫാത്തായപ്പോൾ ഞാൻ എന്റെ വാപ്പയുടെ കൂടെ, വാപ്പ എന്റെ കൈ പിടിച്ചു പോയി. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ അവിടെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ വഫാത്ത് വാർത്ത ചെന്നപ്പോഴേക്ക് മലപ്പുറത്താണല്ലോ പാണക്കാട്. ഞങ്ങൾ മലപ്പുറത്ത് ബസ്സിറങ്ങിയിട്ട് തങ്ങളവറുകൾക്ക് പോകേണ്ട റോട്ടിലാണ് തിരിഞ്ഞു നോക്കുമ്പോൾ ജനനിബിഡം. ഒരു വണ്ടികളും അങ്ങോട്ട് പോണില്ല. ഒരു 5-6 കിലോമീറ്റർ അടുത്തേക്ക് ഞങ്ങൾ എത്തിയപ്പോഴേക്കും അവിടേക്ക് കേൾക്കേണ്ട യാസീൻ ഓതുന്ന സൗണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ജനാസയിൽ അടുത്ത് വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങൾ യാസീൻ ഓതുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ ഓതിയോരൊക്കെ മുശ്രിക്ക്, മരിച്ച തങ്ങളും മുശ്രിക്ക്.
എല്ലാവരും മുശ്രിക്ക്. പിന്നെ ആരവിടെ മുസ്ലിമീങ്ങൾ? അത് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് ഹജ്ജിനെ കുറിച്ച് പ്രസംഗിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ പ്രസംഗം പച്ച മലയാളത്തിൽ ആവശ്യമാകുമ്പോൾ കേൾപ്പിക്കാം. മക്കയിൽ ഹജ്ജിന് വരുന്ന 25 ലക്ഷം മുസ്ലിമീങ്ങൾ മിനായിൽ ഒരുമിച്ച് കൂടിയിട്ട് അവിടെന്താ അപകടം ഉണ്ടായേ? വഹാബി വെച്ച് അവിടെന്താ അപകടം ഉണ്ടായേ? അവിടെന്താ ആൾക്കാർ മരിക്കണേ? അവിടെന്താ തിപ്പിതിരക്കുണ്ടാകണേ എന്ന് ചോദിച്ചിട്ട് പ്രസംഗിച്ചത് നിങ്ങൾക്ക് കേൾക്കണോ? എന്താ പ്രസംഗിച്ചത്? മക്കയിൽ ഹജ്ജിന് ഒരുമിച്ച് കൂടുന്ന 25 ലക്ഷം ആളുകളിൽ 20 ലക്ഷവും മുശ്രിക്കുകളാണ്. 20 ലക്ഷം മദീനത്ത് പോയിട്ട് ഹജ്ജിന് വരുന്നവരാ. അതുകൊണ്ടാണ് അവിടെ അപകടം ഉണ്ടാകുന്നത് എന്ന് പച്ച മലയാളത്തിൽ പ്രസംഗിച്ചില്ലടോ നിങ്ങൾ? ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് എല്ലാ മതക്കാരും എല്ലാ ഭാഷക്കാരും എല്ലാ വിശ്വാസികളും നടന്നു നിൽക്കുന്ന രാജ്യത്ത് പച്ച മലയാളത്തിൽ നിങ്ങളെ ആശയം പഠിപ്പിക്കുന്ന ഈ CD പച്ച മലയാളത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി പ്രസംഗിച്ചില്ലേ നിങ്ങളെ മൗലവി? എന്താ പ്രസംഗിച്ചത്? 25 ലക്ഷം ആളുകൾ കൂടുന്ന മക്കത്തുൽ മുക്കറമിലെ ഹജ്ജിൽ 5 ലക്ഷമേ ഇസ്ലാമിന്റെ ഹജ്ജുള്ളൂ. ബാക്കി 20 ലക്ഷം അബൂജഹലിന്റെ ഹജ്ജാണ്. നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ. മഹല്ല് ഭരിക്കുന്ന ഉമറാക്കളെ, നാട്ടിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ടവരെ, കച്ചവടക്കാരെ, ബിസിനസ്സുകാരെ, രാഷ്ട്രീയക്കാരെ, അല്ലാത്തവരെ, ഞങ്ങൾ ഇതൊന്നും നോക്കുന്നില്ല. ദീനിയായ കൂട്ടുകാരെ, ഇവിടെ ചില്ലറ കാര്യങ്ങളല്ല നടക്കുന്നത് കേട്ടോ. ബാൽ താക്കറയുടെ പ്രഖ്യാപനം കേൾക്കുമ്പോൾ ചോര തിളപ്പിക്കുന്ന ആളുകളോട് എന്തേ ഈമാനികമായി തളക്കാത്തത്? 25 ലക്ഷം ആളുകൾ മക്കത്ത് ഹജ്ജിന് വന്നപ്പോ 20 ലക്ഷം അബൂജഹലിന്റെ ഹജ്ജാണ് ചെയ്തത്. എന്തേ? അവർ മദീനത്ത് പോയിട്ടാണ് മക്കത്തേക്ക് വന്നത് എന്ന് പ്രസംഗിച്ചില്ലേ നിങ്ങളെ മൗലവി? 5 ലക്ഷം ആളുകൾ അവിടെ മുസ്ലിങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ എന്ന്. എന്താണ് ഈ രാജ്യത്ത് കേൾക്കുന്നത്? ഹബീബുന മുഹമ്മദ് മുസ്തഫ അല്ലാഹു റസൂൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്,